പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മോൺസൺ മാവുങ്ങളുടെ സ്വത്ത് ഇഡി കണ്ടുകിട്ടി. 1.88 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകിട്ടിയത്. വിവരങ്ങൾ ശരൺ നൽകും. ശരൺ, എപ്പോഴാണ് ഇഡി സ്വത്ത് കണ്ടുകിട്ടിയത്? മറ്റു വിശദാംശങ്ങൾ. ഇന്നാണ് ഈ സ്വത്തുക്കൾ ഇഡി കണ്ടുകിട്ടിയിരിക്കുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുരാവസ്തു തട്ടിപ്പിലാണ് ഇപ്പോൾ ഇഡി നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഇനത്തിൽ മാത്രം 1.88 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയിരിക്കുന്നത്. പ്രധാനമായും വാർത്താക്കുറിപ്പിൽ ഇഡി പറയുന്നത് ഈ മോൺസൺ മാവുങ്കൽ പുരാവസ്തു വിറ്റയിലൂടെ തട്ടിയെടുത്ത പണമുണ്ട്. ഈ പണം പലയിടങ്ങളിലായി നിക്ഷേപിച്ചിരുന്നതാണ്. അത് കുടുംബാംഗങ്ങളുടെ പേരിലാണ് നിക്ഷേപിച്ചിരുന്നത്. അങ്ങനെ കുടുംബാംഗങ്ങളുടെ പേരിൽ നിക്ഷേപിച്ചിരുന്ന 10 ഇടങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന പണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇഡി കണ്ടുകിട്ടിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ നേരത്തെ തട്ടിയെടുത്ത പണത്തിലൂടെയാണ് സ്വന്തമായി ഈ സ്ഥലം, ഭൂമി അടക്കം, അതായത് താമസ സ്ഥലം ഇയാൾ വാങ്ങുകയും ചെയ്തിരുന്നത്. ഇതടക്കമുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയും ഇഡി നൽകുന്നുണ്ട്. നമുക്കറിയാം, തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇഡി കടന്നിരുന്നത്. നേരത്തെ പലതവണ മോൺസൺ മാവുങ്കലിനെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസ് കൂടിയാണിത്. അതായത് IG ലക്ഷ്മൺ, അദ്ദേഹത്തെ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നതാണ്. ഈ കേസ് വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ മുൻ DIG S സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ KPCC അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ളവരും ഈ കേസിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ കൂടുതൽ ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത്. ശരി.